6 മാസം മുന്നേ എൻ്റെ ഒ പിയിലേക്ക് വന്നൊരു പേഷ്യൻ്റാണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ മുന്നിലേക്ക് ഫയൽ ഉണ്ടാവും, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ പേരുണ്ടാവും. അപ്പോൾ ഇതന്ന് ഫയലായിരുന്നു. അപ്പോൾ ഫയലിൽ പേര് കണ്ടിട്ട് ആ പേരിൻ്റെ രണ്ടാമത്തെ ഭാഗം എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. PENNU എന്ന് എഴുതിയിരിക്കുന്നത് പെണ്ണ് എന്ന് എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല. കൂടെ നിന്ന സ്റ്റാഫിനോട് ചോദിച്ചു, അപ്പോൾ ആൾക്കും പറ്റുന്നില്ല. പിന്നെ അവസാനം ഞങ്ങൾ ഒ പിയുടെ നമ്പർ വെച്ചിട്ട് പേഷ്യൻ്റെ അകത്തേക്ക് വിളിച്ചു. പേഷ്യൻ്റ് അകത്തേക്ക് വരുമ്പോൾ എന്താണ് പേര് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് പോതും പൊണ്ണ്. അപ്പോൾ ആദ്യം കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഞെട്ടലുണ്ടായി. ഒന്നും കൂടെ ചോദിച്ചു. അപ്പോൾ പോതും പൊണ്ണ് എന്ന് തന്നെയാണ് പിന്നെയും പറഞ്ഞത്. അപ്പോൾ എന്താണെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി തോന്നി. ചോദിച്ചപ്പോൾ പറഞ്ഞത് അവരുടെ പാരൻസിന് 6ാമത്തെ പെൺകുട്ടിയാണത്, ബാക്കി 5 പെൺകുട്ടികളാണ്. അപ്പോൾ 6ാമതും പെൺകുട്ടി ജനിച്ചപ്പോൾ ഇനി പെൺകുട്ടി വേണ്ട എന്നുള്ള നിലയിൽ ഇട്ടൊരു പേരാണത്. 22 വയസ്സുള്ളൊരു പെൺകുട്ടിയായിരുന്നു അത്. കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. അപ്പോൾ നമുക്ക് ആലോചിക്കാം എത്ര ചെറുപ്പത്തിലേ അതിനെ കല്യാണം കഴിപ്പിച്ചു വിട്ടു എന്നുള്ളത്. പോതും പൊണ്ണ് എന്നുള്ളൊരു പേര് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ വളരെ നിഷ്കളങ്കതയോടുകൂടി ആ കുട്ടി മറുപടി പറയുന്നത്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ്, ഒരു പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനോട് ഉള്ള സമീപനവും ആൾക്കാരുടെ പെരുമാറ്റ രീതികളും ഒക്കെ വളരെ മോശമാണ് എന്ന രീതിയിലാണ് ആ കുട്ടി സംസാരിച്ചത്. 2024-25 കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വൈ ഡു യു വോണ്ട് ടു സെലിബ്രേറ്റ് വിമൻസ് ഡേ, March 8th വിമൻസ് ഡേ എന്ന് പറയുമ്പോൾ അതെന്തിനാണ് സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു ദിവസം എന്ന് വളരെ സർക്കാസ്റ്റിക് ആയിട്ട് പരിഹസിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പുതിയൊരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഒരു സ്ത്രീക്കുള്ള ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഫെമിനിൻ എർജാണ് മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ സമയം ചെലവഴിക്കുക. അതല്ലെങ്കിൽ നമ്മളില്ലെങ്കിൽ ബാക്കി ഒരു കാര്യവും നടക്കില്ല എന്നുള്ളൊരു തോന്നൽ കാരണം ആരോഗ്യത്തിൻ്റെ കാര്യങ്ങൾ മാറ്റിവെക്കുക. അപ്പോൾ ഇങ്ങനെ മാറ്റിവെച്ച് വളരെ ലേറ്റ് സ്റ്റേജിലായിരിക്കും നമ്മുടെ ഒ പിയിലേക്ക് പേഷ്യൻസ് സ്റ്റേജ് 3, സ്റ്റേജ് 4 ക്യാൻസേഴ്സ് ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ചോദിക്കുമ്പോൾ അവർക്ക് പറയാനൊന്നേ ഉള്ളൂ, നേരമില്ലായിരുന്നു, അല്ലെങ്കിൽ കൂടെ വരാൻ ആളില്ല, അല്ലെങ്കിൽ കുട്ടികളുടെ പഠിത്തം, അല്ലെങ്കിൽ ഹസ്ബൻഡിന് സുഖമില്ല. ഇങ്ങനെ പല 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 റീസൺസ് ആയിരിക്കും പലർക്കും പറയാനുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരുടെ ആരോഗ്യത്തിനെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആരോഗ്യവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിർബന്ധമായും സമയം നമ്മൾ മാറ്റി വെക്കേണ്ടതാണ്. അതുകൊണ്ട് ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. രണ്ടാമത്തേത്, ആരോഗ്യത്തെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കാര്യമാണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത്. ഈ വർഷത്തെ വിമൻസ് ഡേ 2025 വിമൻസ് ഡേയുടെ തീം എന്ന് പറയുന്നത് ആക്സിലറേറ്റ് ആക്ഷൻ എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനം വേഗപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പോൾ ഹാപ്പി വിമൻസ് ഡേ ടു ഓൾ ദ ബ്യൂട്ടിഫുൾ ലേഡീസ് ഔട്ട് ദെയർ. താങ്ക് യു.